കേശവർദ്ധിനിയുടെ പഴയ വീഡിയോയിൽ ഞാൻ കേശവർദ്ധിനി പായ്ക്ക് ഉണ്ടാക്കി നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്താൽ മുടിക്ക് തിളക്കവും കറുപ്പും ലഭിക്കുമെന്ന് ഇന്നത്തെ പായ്ക്കിൽ കേശവർദ്ധിനിയുടെ ഇലയോടൊപ്പം കറ്റാർവാഴ മാത്രമാണ് എടുക്കുന്നത്. പായ്ക്ക് തയ്യാറാക്കുമ്പോൾ നമുക്ക് കേശവർദ്ധിനിയുടെ ഇലയോടുകൂടി അതിൻ്റെ പൂവും ചേർത്ത് കൊടുക്കാം. കേശവർദ്ധിനി വളർത്തുമ്പോൾ നമ്മൾ മണ്ണിലേക്ക് കൂടുതൽ ചായാതെ നോക്കണം. മണ്ണിലേക്ക് ചാഞ്ഞു കിടന്നാൽ ഇതിൻ്റെ ഇലകൾ പിച്ചിയതിന് ശേഷം കഴുകിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കും. ഇനി നമുക്ക് കറ്റാർവാഴ എടുക്കാം. നേരത്തെ മുറിച്ചെടുത്തതിൻ്റെ ബാക്കിയാണ്. ഒരു ദിവസത്തെ പായ്ക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം മതി. പക്ഷേ കറ്റാർവാഴ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കറ്റാർവാഴയിലുള്ള ആ ഒരു മഞ്ഞ ദ്രാവകം നല്ലതുപോലെ നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. വീണ്ടും വീണ്ടും പറയുകയാണ്, കാരണം ഈ ഒരു മഞ്ഞ ദ്രാവകം വഴി അലർജിയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേശവർദ്ധിനിയുടെ ഇലയും കറ്റാർവാഴയും അരച്ച് ഡയറക്റ്റ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നന്നായിട്ട് ഇതിൻ്റെ രണ്ട് വശവും കളഞ്ഞതിന് ശേഷം ആ ഒരു മഞ്ഞ ദ്രാവകം നീക്കം ചെയ്യാൻ വേണ്ടി അരമണിക്കൂർ വെക്കണം. അരമണിക്കൂറിന് ശേഷം ഇത് നന്നായി കഴുകി ഇതിനുള്ളിലെ ആ ഒരു വഴുവഴുപ്പും അതിൻ്റെ ആ ഒരു ദ്രാവകവും എല്ലാം നീക്കം ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഞാൻ കുറച്ച് തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് ഈ തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം. ഞാനൊരു 3 പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷം മാത്രമാണ് ഉപയോഗിച്ചത്. ഇങ്ങനെയാണ് ഈ ജെല്ല് നമുക്ക് കിട്ടുന്നത്. വീണ്ടും നമ്മൾ വെള്ളത്തിലിട്ട് ഇത് നന്നായി കഴുകിയെടുക്കണം. കറക്റ്റായിട്ട് ജെല്ലെടുത്തപ്പോൾ ഈ വെള്ളത്തിൽ ജെല്ല് കിടക്കുന്നെന്ന് പോലും അറിയാനില്ല. വീണ്ടും ഞാൻ ഈ ജെല്ല് ഒന്നുകൂടി കഴുകി ഇനി മിക്സിയിലേക്ക് ഇടുകയാണ്. കേശവർദ്ധിനി ഇലയും പൂവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് ഞാൻ അരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ്. അരിക്കാതെയും ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ മുടിയിൽ നിന്നുള്ള ആ ഒരു പൊടിയും കാര്യങ്ങളും നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഞാനിത് അരിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത്. അരച്ചെടുത്ത് മുഴുവൻ പായ്ക്കും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി വീര്യം കുറഞ്ഞ ഷാമ്പുവോ ചെമ്പരത്തി താളിയോ ഉപയോഗിച്ച് മുടി കഴുകിയെടുക്കുക.